23-കാരൻ്റെ അഴിഞ്ഞാട്ടം എന്ന് പറയില്ലേ, അതൊക്കെ മേലെയാണ് പുള്ളി ചെയ്തു വെച്ചേക്കണത്. പിന്നെ ലാഗ് എന്ന് പറഞ്ഞൊരു സാധനം ഈ പടത്തിലില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ, ഒരു രക്ഷയില്ല. ഫൈറ്റ് ആണെങ്കിൽ ടർബോ ജോസിൻ്റെ ഇടി എന്ന് പറഞ്ഞാൽ ഒരു കിൻഡൽ ഇടി വരും. ഇതിനകത്ത് വില്ലൻ രാജ്ബി ഷെട്ടി, വന്നിറങ്ങണ ഇൻട്രൊഡക്ഷൻ സീൻ മുതൽ വേറെ ലെവല്. നമസ്കാരം, മെട്രിക്സ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടർബോയെക്കുറിച്ചാണ്. എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. മലയാളത്തിലെ തന്നെ പ്രശസ്തരായ 2 സംവിധായകർ, അതിലൊരാൾ കഥാകൃത്ത് കൂടിയാണ് മിഥുൻ മാനുവൽ തോമസ്, പിന്നെ ഒന്ന് ഡയറക്ടർ കൂടിയായ വൈശാഖ്. ഇവരുടെ കയ്യിലേക്ക് നമ്മുടെ മമ്മൂക്കയെ കിട്ടുവാണ് ഒരു പടം ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെ ഇരിക്കും? അതാണ് ശരിക്കും പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് മമ്മൂക്കയുടെ എങ്ങനെയാണ് തുടക്കം മുതൽ മാസ് കാണിക്കുന്നത്, അതെല്ലാം മമ്മൂക്കയാണ് അതിനകത്ത് 100 അല്ല 110% നീതി പുലർത്തിയിട്ടുണ്ട്. അതിൽ ഒരു 73-കാരൻ്റെ അഴിഞ്ഞാട്ടം എന്ന് പറയില്ലേ, അതൊക്കെ മേലെയാണ് പുള്ളി ചെയ്തു വെച്ചേക്കണത്. ഒരു രക്ഷയില്ല. ഇതിനകത്ത് പറയാനായിട്ട് തുടക്കം മുതൽ തന്നെ എൻഗേജിങ് ആണ്, നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലാണ്. കാരണം കൈയടിക്കാനുണ്ടാവും തുടക്കം തൊട്ട്. ഇപ്പം ഞാൻ ഫസ്റ്റ് രാവിലെയാണ് പടം കണ്ടത്. അപ്പോൾ രാവിലെ 9 മണിക്കാണ് ഷോ. തുടക്കം തൊട്ട് കൈയടിക്കേണ്ടി വരും, അതുകൊണ്ട് കൈയൊക്കെ വേനെടുക്കും. അമ്മാതിരി സെറ്റപ്പില്ല തുടക്കം മുതൽ അവസാനം വരെ. പിന്നെ ലാഗ് എന്ന് പറഞ്ഞൊരു സാധനം ഈ പടത്തിലില്ല. അത്യാവശ്യം നല്ല കോമഡി ഉണ്ട്, 1-2 പാട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ, ഒരു രക്ഷയില്ല. കറക്റ്റ് എവിടെയാണ് ആപ്റ്റ് ചെയ്യേണ്ട ആ മ്യൂസിക് അവിടെ അത് ചെയ്തിട്ടുണ്ട്. പുതിയ 2-3 സെറ്റപ്പ് മ്യൂസിക്കും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ പറയാനായിട്ടാണ് ഫൈറ്റ് ആണെങ്കിൽ ടർബോ ജോസിൻ്റെ ഇടി എന്ന് പറഞ്ഞാൽ ഒരു കിൻഡൽ ഇടി വരും. അമ്മാതിരി ഫൈറ്റാണ് ചെയ്ത് വെച്ചേക്കണത്. ആ സ്പീഡ് ഫൈറ്റ് ഇതിനകത്ത് സ്റ്റൺസ് ചെയ്തേക്കണത് ഫിനിക്സ് പ്രഭു പുള്ളി ചെയ്തേക്കണത്. പുള്ളി ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്യാമറ വർക്കാണെന്നുണ്ടെങ്കിൽ വിഷ്ണു ശർമ്മയാണ്. കിഡിലെന്ന് പറഞ്ഞാൽ ചില മേളിൽ നിന്ന് ഇങ്ങനെ ഒരു ഷോട്ടൊക്കെ ഉണ്ട്, എൻ്റെ പൊന്നോ. പിന്നെ പറയാനായിട്ട് ഒരാളുടെ പേരുണ്ട് ഇതിനകത്ത്, വില്ലൻ രാജ്ബി ഷെട്ടി. വന്നിറങ്ങണ ഇൻട്രൊഡക്ഷൻ സീൻ മുതൽ വേറെ ലെവല്. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഇനി ഈ പടം അത്യാവശ്യം നല്ല രീതിയിൽ കൊടും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു എന്ന് പറഞ്ഞാൽ വില്ലനാണേലും നമ്മൾ കൈയടിച്ചു പോകും എന്ന് പറഞ്ഞാൽ അമ്മാതിരി വില്ലൻ. മമ്മൂക്ക് ഓൾറെഡി സെറ്റപ്പാണ്, പക്ഷെ അതുപോലെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നൊരു വില്ലനാണ് രാജ്ബി ഷെട്ടീൻ്റെ അത് കേട്ടോ. ഒരു രക്ഷയില്ല, കിഡിലൻ. പുള്ളിയുടെ ഒരു സ്റ്റൺസും കാര്യങ്ങളും ലുക്കും സ്റ്റൈലും ആ ഒരു പറയുന്ന ഒരു ഇതൊക്കെ വേറെ ലെവല്. ഇപ്പോൾ പടം നമുക്കിഷ്ടമാണ് അത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വില്ലനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന നായകൻ വരണം, അതുപോലെ തന്നെ നായകനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലനും വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുപോലെ തന്നെ ഈ പടത്തിലുണ്ട്. അമ്മാതിരി സാധനം. ഡാഡി ഗിരിജ കണ്ടിട്ടില്ലേ, സെറ്റപ്പാണ്. പക്ഷേ അതൊക്കെ മേലാണ് ഇത് ചെയ്തു വെച്ചേക്കണം കേട്ടോ. രാജ്ബി ഷെട്ടി ഒരു രക്ഷയില്ല, കിഡില്ല, പറയാനായിട്ട് വാക്കുകളില്ല. വിഷ്ണു ശർമ്മയുടെ ഓരോ ക്യാമറ ഷോട്ട്സ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. പിന്നെ ശബരീഷ് നല്ലൊരു ക്യാരക്ടർ ആയിട്ടുണ്ട്, കുറച്ചുള്ളെങ്കിൽ പോലും നല്ല ക്യാരക്ടറാണ്. പിന്നെ അഞ്ജന തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ട് നായിക. അതിനകത്ത് നല്ല ക്യാരക്ടറാണ്. അതിൻ്റെ അകത്ത് സപ്പോർട്ടിങ് വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളിയാണ്. ബിന്ദു പണിക്കർ കിഡിലൻ ക്യാരക്ടർ അമ്മയായിട്ട്, ടർബോ ജോസിൻ്റെ മമ്മൂക്കയുടെ അമ്മയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാറ് ചേസിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മമ്മൂക്കയുടെ ആ റൈഡിനോടുള്ള ഇഷ്ടവും പിന്നെ മമ്മൂക്കയുടെ പാഷനും ഒക്കെ അത് ഇതിനകത്ത് കൂടുതൽ വർക്കൗട്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ച് പക്ക നാച്ചുറൽ സെറ്റപ്പിലേ വരുള്ളൂ. പിന്നെ ഇടിയെന്ന് പറഞ്ഞാൽ പക്ക ഫൈറ്റാണ്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ തമിഴ് പടത്തിലൊക്കെ ഇടിച്ച് തെറിച്ച് പോകണം അമ്മാതിരി അത്ര ഒരു സെറ്റപ്പല്ല. അതായത് 100 കിലോമീറ്റർ തെറിക്കുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പല്ല. നമ്മൾ കറക്റ്റ് നമുക്ക് ഇടിക്കണം തോന്നും, അമ്മാതിരി സെറ്റപ്പ് ഇടി. അതായത് കൊള്ളാം. കുറേ നാളായി ഇതുപോലൊരു ഈ അടുത്തെങ്ങും ഒരു മലയാള ചലച്ചിത്രം ഇതുപോലെ ഇറങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ നല്ല രീതിയിലുള്ള ഫൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ട്. കാരണം കോമഡിക്ക് കോമഡി, ഫൈറ്റിന് ഫൈറ്റ്, പാട്ടിന് പാട്ടുണ്ട്. 2 പാട്ടൊക്കെയാണ്. BGM ആണ് എവിടെ നമ്മൾ തുള്ളുന്ന BGM ആണ് ഇട്ടേക്കണത്. മമ്മൂക്കൊക്കെ ഇട്ട് തുടക്കം മുതൽ നമ്മൾ കൈയടിക്കാനാണെങ്കിൽ കയറിയാൽ മതി പടത്തിൽ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ കൈയടിച്ച് പോവും. അതാണ് മമ്മൂക്കയുടെ പെർഫോമൻസ്. പിന്നെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് ചെറിയ. മമ്മൂക്കയുടെ കാര്യം അറിയില്ല, നമുക്ക് ഇങ്ങനെ അറിയാവുന്ന 2 ഡയലോഗിക്ക് നമ്മൾ കരഞ്ഞു പോകും. ഭാഗ്യമാണ് കേട്ടോ നമുക്ക് കേരളത്തിൽ തന്നെ നമ്മുടെ മമ്മൂക്കയെ കിട്ടിയത്. ഇതുപോലൊരു അതുല്യ പ്രതിഭ നമ്മുടെ അതായത് നമുക്ക് തന്നെ കേരളത്തിൽ കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു ഭാഗ്യം. ഈ 73-ാം വയസ്സിലും ഇമ്മാതിരി അഴിഞ്ഞാട്ടം ഞെട്ടി. നമ്മൾ ആ ഒരു ഫൈറ്റൊക്കെ കാണാൻ നേരത്തെ അറിയാതെ എഴുന്നേറ്റ് കൈയടിച്ച് പോകും.
അതുപോലെയാണ്. ആ സ്പീഡ് ഫൈറ്റാണ്, ഭയങ്കര അത്യാവശ്യം നല്ല സ്പീഡ് ഫൈറ്റുമാണ്. കാര്യങ്ങളെല്ലാം ഡയലോഗൊക്കെ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. പിന്നെ അതുപോലെ ഡയറക്ഷൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് വൈശാഖ സാറ്. തുടക്കം അതുപോലെ വൃത്തിക്കെടുത്ത് വെച്ചിട്ടുണ്ട് വിഷ്ണു ശർമ്മ. അപ്പം ഇതാണ്, എല്ലാവരും പടം കാണുക. ശരിക്കും പറഞ്ഞാൽ 73കാരൻ്റെ അഴിഞ്ഞാട്ടമല്ല, അതുക്ക് മേലെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം സാധാരണ ആൾക്കാർ പറയുന്ന പോലെയാണ് ഞാനീ പറഞ്ഞിരിക്കുന്നത്. വലിയ റിവ്യൂവിൻ്റെ അങ്ങനെ ഒരു രീതിയിലല്ല. നമ്മളിപ്പോൾ സാധാരണ കൂട്ടുകാരോട് അങ്ങനെ പറയില്ല, അതുപോലെയാണ് നിങ്ങളോടിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പടം കാണുക. ടർബോ മസ്റ്റ് തിയേറ്റർ വാച്ച് ഫിലിമാണ്. കാരണം എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫാമിലിയോടൊപ്പം കാണാവുന്നൊരു 100% കാണാവുന്നൊരു ചിത്രം തന്നെയാണ് ടർബോ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഈ മഴയത്ത് നമ്മളെ തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ മമ്മൂക്കയുടെ കഴിവാണ്, വേറെ ലെവല്. അപ്പം വേറൊന്നുമില്ല, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് ജീവേഷ്.